നിങ്ങളെ അമ്മ എന്ന് മാത്രമേ വിളിക്കാതിരുന്നിട്ടുള്ളൂ. അമ്മയ്ക്കൊപ്പം സ്ഥാനം നൽകിയ ഞാൻ സ്നേഹിച്ചത്. അളവിൽ കവിഞ്ഞ സ്വത്തും പണവും ഒന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എല്ലാം എനിക്കും ദൈവനും ഉള്ളതാണ് എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് വെറും പണവും സ്വത്തും മാത്രമേ ചിന്തയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആഗ്രഹം നല്ലതാണ് ചെറിയമ്മേ, പക്ഷേ അത്യാഗ്രഹം പാടില്ല. ആ അത്യാഗ്രഹമാണ് നിങ്ങളെ കൊണ്ട് എൻ്റെ അമ്മയെ കൊല്ലിപ്പിച്ചതും ബാക്കിയുള്ള പാപങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതും. എന്നിട്ട് എന്താ നേടിയത്? ഒന്നും നേടിയില്ല. ശൈലജ ഒന്നും മിണ്ടിയില്ല. അവർ എത്ര ആലോചിച്ചു നോക്കിയിട്ടും ആദ്യയുടെ ഉദ്ദേശം മനസ്സിലാകുന്നില്ലായിരുന്നു. ശ്രീമാമ വന്ന് പറഞ്ഞപ്പോൾ മാമയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി എനിക്ക്. കാരണം എനിക്കറിയാവുന്ന ചെറിയമ്മ ഒരിക്കലും എന്നെ ദ്രോഹിക്കില്ല. എന്നെ എന്നല്ല, ആരെയും ദ്രോഹിക്കില്ല. എന്നാൽ നിങ്ങളെ തട്ടിപ്പ് കാണിച്ച് തെളിവുകളിൽ ഞാൻ തകർന്നു പോയി. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരവും അന്നു മുതൽ ഇന്ന് വരെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അഭിനയിക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. ഒറ്റയടിക്ക് എല്ലാത്തിനെയും കൊല്ലണം എന്നായിരുന്നു ശ്രീമാമയുടെ പ്ലാൻ. പക്ഷേ എനിക്ക് എല്ലാവരെയും ഇതുപോലെ കിട്ടണമായിരുന്നു. നിങ്ങൾ പരസ്പരം എല്ലാവരും ഒന്നു ചേർന്ന് എൻ്റെ അമ്മയെ കൊന്നില്ലേ? അത്രയ്ക്ക് വിശ്വാസവും സ്നേഹവും പരസ്പരം ഉണ്ടായത് കൊണ്ടല്ലേ അന്ന് ഒറ്റക്കെട്ടായി നിന്ന് ആ പാവത്തിൻ്റെ ജീവൻ എടുത്തത്. ഇപ്പോഴും അതേ സ്നേഹവും വിശ്വാസവും എല്ലാവർക്കും തമ്മിലുണ്ടോ? ഉണ്ടോ ചെറിയമേ? അത്രയും സ്നേഹവും വിശ്വാസവും ഉണ്ടായിട്ടാണോ നിങ്ങൾ സ്വന്തം കൂട്ടുകാരുടെ ഭർത്താവുമായി അവിഹിതം വെച്ചത്? അതിൽ ഒരു കുട്ടിയും ഉണ്ടായി. മകളുടെ മുന്നിൽ അമ്മയും അച്ഛനുമൊക്കെ പണ്ട് ചെയ്ത കൊലപാതകം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ കൂടപ്പിറപ്പിനെ പോലെ കരുതിയ സ്വന്തം കൂട്ടുകാരുടെ മകളെ കൊന്നതാണ് നിങ്ങൾ. അത് ഷീല ആൻറ്റിയോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടാണല്ലേ? ആദ്യ സുലുവിന് നേരെ ചോദ്യമെറിഞ്ഞു. ആരുടെ തല താണുപോയി. തങ്ങളുടെ പണ്ടത്തെ കാര്യമൊക്കെ രേണുവിനോടും പറയും. സമൂഹത്തിൽ തങ്ങളെ നാണം കെടുത്തും എന്നൊരു ഭീഷണി കത്തിൽ താൻ പേടിച്ചു. അതിൽ പറഞ്ഞതുപോലെ ദീപ്തിയെ ഇല്ലാതാക്കിയാൽ തൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴാതെ ജീവിക്കാം. ആ ഒരൊറ്റ ചിന്തയിലാണ് അക്കാര്യം ചെയ്തത്. ഷീല കുതറി. സുലുവിൻ്റെ താഴ്ന്ന തല കാണുമ്പോഴേ അവരെ എഞ്ചിഞ്ചായി കൊല്ലാൻ തോന്നി ഷീലയ്ക്ക്. വെറും വട്ടപൂജ്യത്തിൽ കിടന്ന ശശിയെ നാടറിയുന്ന രാഷ്ട്രീയക്കാരനും ബിസിനസ്മാനും ആക്കാൻ ചെറിയമ്മ ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലേ ശശി സാറേ. എന്നിട്ട് ആൾക്ക് എന്താ താൻ പകരം കൊടുത്തത്? പുള്ളിക്കാരിയെ വെച്ചിട്ടും താൻ കോടികൾ ഉണ്ടാക്കിയില്ലേ? ശൈലജ തുറിച്ച കണ്ണുകളോടെ ശശിയെ നോക്കി. പിന്നെ ആരും അറിയാത്തൊരു അവിഹിത കഥ കൂടെ ഇവിടെയുണ്ട്, ദീപ്തിയുടെ. ഷീല ആദ്യം ഞെട്ടലോടെ നോക്കി. ദേവും ദീപ്തിയും തമ്മിലുണ്ടായിരുന്ന അവിഹിത ബന്ധവും അവൻ അവളെ റേപ്പ് ചെയ്ത കാര്യവുമൊക്കെ ആദ്യം പറഞ്ഞു. എല്ലാം കേട്ട് ഷീല പൊട്ടിക്കരഞ്ഞു. പേടിക്കേണ്ട ഷീല ആൻറ്റി, ഒരു കാര്യം കൂടെയുണ്ട്. നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ശശിയും ദീപ്തിയുമായിട്ടും ബന്ധമുണ്ടായിരുന്നു, അവൻ ചിരിയോടെ പറഞ്ഞു. ശശിയുടെ തല താണുപോയി. ഷീലയെ നോക്കാൻ അയാൾ ആസക്തനായിരുന്നു. മരിച്ചതുപോലെ വിളറിപ്പോയി ഷീല. അവരാകെ തളർന്നു. വിശ്വസിച്ച് കൂടെ കൂട്ടിയവർ ഒക്കെയും ചതിച്ചു തന്നെ. കരയാൻ പോലും മറന്നവർ അവിടെ തറഞ്ഞിരുന്നു. വാതിൽ കടന്ന് രേണുകയും ശ്രീധരനും വന്നു. കൂടെ നിന്ന് ദ്രോഹിച്ചു അല്ലട നായി നീ. ശൈലജ അയാളെ കണ്ടതും അലറി. അങ്ങനെ ദ്രോഹിക്കാനുള്ള കഴിവ് നിനക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന് വിചാരിച്ചോ ശൈലേ നീ? ഇപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങളെല്ലാവർക്കും? ഒരു പാവത്തിനെ കൊന്നു ഒരു കുടുംബം നശിപ്പിച്ച നിങ്ങളെല്ലാവരും എന്ത് നേടി? ആർക്കെങ്കിലും സമാധാനപരമായ ഒരു ജീവിതം കിട്ടിയോ? ചതിച്ചും വെട്ടിച്ചും നേടിയ പണം സ്വസ്ഥമായി ചെലവഴിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞോ? ശ്രീധരൻ പുച്ഛത്തോടെ എല്ലാവരെയും നോക്കി. ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ഇപ്പോഴും നിങ്ങളിൽ ആർക്കും ചെയ്തു കൂട്ടിയതിന് ഒരു തരി കുറ്റബോധം തോന്നിയിട്ടില്ല. സുലു രേണുവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാനാകാതെ ഇരുന്നു. അവൾ പതിയെ അവരുടെ അടുത്തേക്ക് വന്നു. ഞാനിക്കാര്യം അറിഞ്ഞിട്ട് നാളുകളായി അമ്മ. ദീപ്തിയെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങുന്നതിന് മുൻപ് പറ്റിയ തെറ്റ് ഒരു തവണയെങ്കിലും എന്നോട് പറയാൻ തോന്നിയോ? ഒരു കൊലപാതകം മറച്ചു വെക്കാൻ മറ്റൊരു കൊലപാതകം. സ്വന്തം മകൾ വിധവ ആയാലും സാരമില്ല, സ്വത്തും പണവും ഒക്കെ കിട്ടണം. അതിന് കൂട്ടുകാരുടെ ഒപ്പം നിൽക്കണം. ഇപ്പോൾ അച്ഛനും ഇവരും തമ്മിൽ വൃത്തികെട്ട ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനാകുന്നുണ്ടല്ലേ രേണു? ഞാൻ അവർ പറഞ്ഞിട്ട് വേണ്ട. രേണു സുലുവിനെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ കൈയെടുത്ത് തടഞ്ഞു. കൂടുതൽ ന്യായീകരിക്കേണ്ട. നിങ്ങൾ ഒരിക്കലും നന്നാകില്ല, അതെനിക്ക് മനസ്സിലായതാണ്. രേണുവിൻ്റെ സ്വരം ഇടറി. ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. ഗീതു, നീ രേണുവിനെയും കൊണ്ട് വീട്ടിൽ പോയിക്കോ, ഞങ്ങൾ പിന്നാലെ എത്തിക്കോളാം. രേണു ആദിയെ നോക്കി. അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. അവർ രണ്ടുപേരും പോയതും ശ്രീധരൻ വീണ്ടും ശൈലജയെയും ഷീലയെയും സുലുവിനെയും മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത് ബോധം കെടുത്തി. 3 പേരെയും അയാൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ആര്യൻ പോയി വണ്ടിയെടുത്തു. കാർ അകന്നു പോകുന്ന ശബ്ദം കേട്ടതും പോക്കറ്റിൽ നിന്നും ഒരു പേനയും 2 പേപ്പറും എടുത്ത് ശശിയുടെ മുന്നിലേക്ക് വെച്ചു അവൻ. അപ്പോഴേക്കും ശ്രീധരനും അങ്ങോട്ടേക്ക് വന്നു.
നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന് മക്കളെയും ചെറുമക്കളെയും ഭാര്യയും ഒക്കെ കൊലയ്ക്ക് കൊടുത്ത് ജയിലിൽ ചെന്നു കിടന്നു അതൊക്കെ ഓർത്ത് നേറി കഴിയാം. ഇല്ലെങ്കിൽ ഈ കത്ത് അതേപടി എഴുതി ആ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങണം. തൂക്കുകയർ ചൂണ്ടിക്കാണിച്ച് ആദി പറഞ്ഞു. ശശി ഞെട്ടലോടെ കത്തെടുത്ത് വായിച്ചു. ആത്മഹത്യക്കുറിപ്പാണ്. എല്ലാ അഴിമതിയും തൻ്റെ അറിവോടെയാണെന്നും നിയമത്തിനു നിരക്കാത്തത് ഒരുപാട് ചെയ്തു എന്നും ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യെന്നും പറഞ്ഞുള്ള ആത്മഹത്യക്കുറിപ്പ്. മോനെ, ഒരു തവണ ക്ഷമിക്കുക എന്നോട്. കാലം മുഴുവൻ നിന്റെ കാൽച്ചുവട്ടിൽ അടിമയായി കഴിഞ്ഞോളാം ഞാൻ. എന്നെ വെറുതെ വിടണം. നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല ശശി, ശ്രീധരൻ പറഞ്ഞു. നിന്റെ ജീവന് പകരം നിന്റെ കുടുംബം ഞാൻ ഇങ്ങെടുക്കും. കുറ്റം ഏറ്റെടുത്ത് ശേഷിച്ച കാലം ജയിലിൽ ചെന്ന് കിടക്കാനും എനിക്ക് മടിയില്ല. നിനക്ക് എൻ്റെ സ്വഭാവം അറിയാമല്ലോ. ശ്രീധരൻ പറയുന്നത് കേട്ടതും ശശി ആകെ ഭയന്നു. തന്നെ വീടിൻ്റെ ചുറ്റും വീഡിയോ ആയി കണ്ടതും അയാൾ ഞെട്ടിപ്പോയി. പറ ശശി, നീ ഇപ്പോൾ മാറ്റി പറഞ്ഞ എൻ്റെ പിള്ളേർ നിന്റെ വീടിൻ്റെ അകത്തേക്ക് കയറും. നിനക്ക് ലൈവായി അവർ ചാകുന്നത് കാണാം, ക്രൂരതയോടെ പറഞ്ഞു ശ്രീധരൻ. കുറച്ചുനാൾ കാത്തിരുന്നു. ഇപ്പോഴാണ് ശശിക്ക് പേരക്കുട്ടി ഉണ്ടായത്. അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ശശി പേടിക്കൊണ്ട് വിറച്ചു. എൻ്റെ ദീപേഷിനെ വെറുതെ വിടുമോ? ഉറപ്പായും അവനെ കൊണ്ട് ആ ബിസിനസ്സൊക്കെ നിർത്തിക്കും ഞാൻ. അതൊക്കെ നിങ്ങൾ മാത്രമാണ് നടത്തിയിരുന്നതെന്നും അവൻ ഇതിൽ നിരപരാധിയാണെന്നും ഞാൻ വരുത്തി തീർക്കും. ശേഷിച്ച കാലം അധ്വാനിച്ച് ജീവിക്കട്ടെ. തനിക്ക് രക്ഷയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. കുടുംബം മുഴുവൻ ബലി കൊടുത്ത് തനിക്ക് സമാധാനത്തോടെ ജീവിച്ചിരിക്കാൻ കഴിയില്ല. അയാൾ കണ്ണീരോടെ കത്ത് പകർത്തി എഴുതാൻ തുടങ്ങി. ശശി കുറിപ്പ് എഴുതി തീരാൻ ഒരുപാട് സമയമെടുത്ത്. ഇടയ്ക്ക് മൂക്കും പിഴിഞ്ഞു ദയനീയ ഭാവത്തിലുമൊക്കെ അയാൾ ആദിയെയും ശ്രീധരനെയും നോക്കി. അവരുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു തനിക്കൊരു രക്ഷയില്ലെന്ന്. ആദ്യമായി അയാൾക്ക് പശ്ചാത്താപം തോന്നി. വെറും രാഷ്ട്രീയക്കാരനായി തന്നെ തനിക്ക് നല്ലൊരു ഭാവിയുണ്ടായിരുന്നു. പിന്നെ താൻ എന്തിനാണ് ശൈലജയുടെ കൂടെ നിന്ന് ലക്ഷ്മിയെ കൊന്നത്? അവളുടെ മോഹവലയിൽ വീഴാൻ പാടില്ലായിരുന്നു. എങ്കിൽ തനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. പ്രാർത്ഥനകളും വഴിപാടുകളുമായി ആഗ്രഹിച്ചു കാത്തിരുന്ന് കയ്യിൽ കിട്ടിയ പേരക്കുഞ്ഞിനെ കൊതി തീരെ ലാളിച്ചിട്ടില്ല. തിരക്കുകളിൽപ്പെട്ട ഭാര്യയുമായി ഒരു സമാധാനപരമായ ജീവിതം ഉണ്ടായിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞു. മനസ്സിൽ കാത്തു വെച്ചിരുന്ന റിട്ടയർമെൻറ്റ് ജീവിതം പലപ്പോഴായി സ്വപ്നം കണ്ടിട്ടുണ്ട്. ആഗ്രഹിച്ച എല്ലാം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് താൻ പോവുകയാണ്. അയാൾക്ക് പൊട്ടിക്കരയാൻ തോന്നി. കത്ത് ആദിയുടെ കയ്യിൽ കൊടുത്ത് അയാൾ പൊട്ടിക്കരഞ്ഞു. ആദിയുടെ മുഖം മുറുകി തന്നെയിരുന്നു. നന്നായി കരഞ്ഞു ശശി. ഇപ്പോൾ ഈ അവസാന നിമിഷത്തിലല്ലേ നിനക്ക് പശ്ചാത്താപം തോന്നിയത്? നിന്നെയൊക്കെ സ്വന്തമായി കണ്ട ഒരു പാവം വർഷങ്ങൾക്ക് മുമ്പേ നീയൊക്കെ ചതിച്ചതാണെന്ന് മനസ്സിലാകാതെ മരിച്ചിട്ടുണ്ട്. സ്വന്തം ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്ന് അറിയാതെ നിങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച ബാലനെയും നീയൊക്കെ കൊന്നു കളഞ്ഞു. നിനക്ക് അർഹിക്കുന്ന ശിക്ഷ ഇതല്ല ശശി. ഇഞ്ചിഞ്ചായി നിന്നെയൊക്കെ കൊന്നു കളയണമെന്നുണ്ട്. പക്ഷെ ആദിയുടെ നേർക്ക് സംശയത്തിൻ്റെ ഒരു മുന പോലും നീളാൻ പാടില്ല. അതുകൊണ്ട് നീ അർഹിക്കുന്നതിലും നല്ല മരണമാണ് നിന്നെ തേടിയെത്തിയിരിക്കുന്നത്. ശ്രീധരൻ അയാളെ നോക്കി പറഞ്ഞു. ശശി അവർ കൊടുത്ത ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി. ചെയ്ത പാപങ്ങളൊക്കെയും കൺമുന്നിൽ മിന്നിമാഞ്ഞു. സ്റ്റൂളിൽ കയറി നിന്ന് കുരുക്കയ കഴുത്തിലേക്കിട്ടു. തൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഓർക്കാൻ ശ്രമിച്ചു അയാൾ. പക്ഷേ കൺമുന്നിൽ ലക്ഷ്മിയുടെ മുഖം, ബാലൻ്റെ മുഖം. അയാൾ വിയർത്തു കൊളിച്ചു. കരച്ചിലോടെ സ്റ്റൂൾ തട്ടിമാറ്റി. കൊലക്കയർ കഴുത്തിൽ മുറുകെ അയാൾ പിടഞ്ഞു തുടങ്ങി. പിടഞ്ഞുയിരു പോകുന്ന ഒച്ച ആ മുറിയിൽ കേട്ടു. ആദി കണ്ണിമ ചിമ്മാതെ അവസാന ചലനവും നിലയ്ക്കുന്നത് നോക്കി കണ്ടു. സംതൃപ്തിയോടെ ശ്രീധരനും. കത്ത് ഭദ്രമായി കാണാൻ പറ്റാവുന്ന സ്ഥലത്ത് വെച്ച് അവർ ഇറങ്ങി നടന്നു. ഉടനെയൊന്നും ബോഡി കണ്ടെത്തുകയുമില്ല. അത്രയ്ക്ക് വിജനമായ പ്രദേശമാണ്. ശ്രീധരനും ആദ്യം നേരെ ഷീലയുടെ വീട്ടിലേക്ക് പോയി. അവിടെ സുലുവും ഷീലയും മയങ്ങി കിടപ്പുണ്ടായിരുന്നു. അവർ ഉണരാൻ ഒരു 10 മിനിറ്റ് കൂടെ എടുക്കും ആദി, ശ്രീധരൻ പറഞ്ഞു. ആദ്യം ഷീലയുടെ പേഴ്സിൽ നിന്നും എടുത്ത താക്കോൽ അവിടെ തന്നെ ഭദ്രമായി വെച്ചു. 6 മിനിറ്റ് എടുത്തു രണ്ടുപേരും ഉണരാൻ. മുന്നിലിരിക്കുന്ന ആദിയെ കണ്ട് ഒന്ന് പകച്ചെങ്കിലും ഷീലയുടെ വീടാണെന്ന് അറിഞ്ഞതും സുലുവിന് ഒരു ആശ്വാസമുണ്ടായി. എന്തായാലും തങ്ങളെ കൊല്ലില്ല ആദി. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് ആകാമായിരുന്നല്ലോ. അവർ ദീർഘമായി നിശ്വസിച്ചു. ഷീല പക്ഷെ വേറെ ഏതോ ലോകത്തിലെന്ന പോലെയായിരുന്നു ഇരിപ്പ്. ഒരു ദിവസം കൊണ്ട് തന്നെ ദീപ്തിയെപ്പറ്റി അറിഞ്ഞ കാര്യങ്ങൾ അവരെ തളർത്താൻ തക്കവണ്ണമുള്ളതായിരുന്നു. സുലുവിനെയും ശശിയെയും ശൈലജയെയും അവർ മറന്നു. കൺമുന്നിൽ ദീപ്തി മാത്രം. തൻ്റെ അത്യാഗ്രഹം കാരണം തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോർത്ത് അവർ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഭർത്താവ് മരിച്ചപ്പോൾ ശൈലജ തരുന്ന കാശിലായിരുന്നു മുന്നോട്ട് പോയത്. ബാലൻ ഒരു ജോലി വെച്ച് നീട്ടിയത് കൊണ്ട് തനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. എന്നാൽ ശൈലജ തന്ന മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ മറ്റെല്ലാം മറന്നു. അതിൻ്റെ ഫലമായി എന്ത് നേടി? സുഹൃത്തുക്കൾ എന്ന് കരുതിയ 3 പേരും തന്നെ ചതിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഷീലയുടെ ഭാവമൊക്കെ കണ്ട സുലുവിന് ഉള്ളിൽ ഭയം തോന്നി. കൈകളൊന്നും ബന്ധിച്ചിട്ടില്ല.
ഏതു നേരവും ഏണെങ്കിലും ഷീല തന്നെ ആക്രമിച്ചേക്കാം എന്ന് വിചാരിച്ച് സുലു ജാഗരൂകയായിരുന്നു. തന്നെ ഷീലയെ കൊണ്ട് കൊലപ്പെടുത്താനായിരിക്കുമോ ആദിയുടെ ഉദ്ദേശം? അവർ സംശയത്തോടെ ആദിയെ നോക്കി. അവൻ പുഞ്ചിരിച്ചു. അതെ, സുലു ആൻറ്റിക്കും ഷീല ആൻറ്റിക്കും ഒരു പ്രത്യേക ഓഫർ ഉണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ആദി ആര്യൻ കൊണ്ടുകൊടുത്ത കത്തി നീട്ടി കാണിച്ചു. സുലു ഭയത്തോടെ അവരെ നോക്കി. ഷീല നിസ്സംഗമായ ഭാവത്തോടെയും. ഈ കത്തി വെച്ച് നിങ്ങളിൽ ഒരാൾക്ക് മരണപ്പെടാം. ആദിയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടതും സുലു ഭയത്തോടെ ഇല്ലെന്ന് തലയാട്ടി. മുഴുവനും പറഞ്ഞു തീരട്ടെ ആൻറ്റി, ആദി പരിഹാസത്തോടെ പറഞ്ഞു. മറ്റേയാൾക്ക് ആ കുറ്റം ഏറ്റെടുത്ത് ശേഷിച്ച കാലം ജയിലിൽ കിടക്കാം. നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഇത് രണ്ടും തീരുമാനിക്കാം. ആദി ചിരിയോടെ പറഞ്ഞു. സുലുവിനെ ഒന്ന് ആലോചിക്കാൻ പോലും സമയം കിട്ടില്ല. അതിനു മുൻപേ ഷീല ആദിയുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി സുലുവിൻ്റെ നേർക്ക് പാഞ്ഞു. ആദി പോലും അമ്പരന്നു പോയി ഷീലയുടെ ആ നീക്കത്തിൽ. ഷീല കത്തിയുമായി തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നത് കണ്ടതും ഒരു നിലവിളിയോടെ സുലു കണ്ണുകൾ അടച്ചു. താൻ ഇപ്പോൾ മരിച്ചു വീഴുമെന്ന് അവർ ഭയന്നു. എന്നാൽ സുലുവിൻ്റെ കയ്യിലേക്ക് കത്തി പിടിപ്പിച്ച് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് കത്തി കുത്തിയിറക്കി ഷീല. എൻ്റെ കുഞ്ഞിനെ നീ കൊന്നില്ലേ, ഇനി എന്നെയും കൊന്നു തിന്നോ? ഇടർച്ചയോടെ പറഞ്ഞ് അവൾ സുലുവിൻ്റെ മേലേക്ക് വീണു. ചീറ്റിത്തെറിക്കുന്ന രക്തമാണ് തൻ്റെ മേലാകെ പടരുന്നതെന്ന് മനസ്സിലാക്കിയ സുലു ഷീലയെ മറിച്ചിട്ട് ചാടി എഴുന്നേറ്റു. 4-5 നിമിഷം പിടഞ്ഞ് ഷീലയുടെ അനക്കം നിന്നു. ശ്രീധരൻ വന്ന് അവരുടെ മരണം ഉറപ്പിച്ച് ആദിയെ നോക്കി തലയാട്ടി. എല്ലാം കണ്ട് ചിരിയോടെ ഇരിക്കുന്ന ആദിയെ കണ്ടതും അവർ അവൻ്റെ അടുത്തേക്ക് പോകാനായി തുനിഞ്ഞു. എന്നാൽ ശ്രീധരൻ സുലുവിനെ ഒരു കയർ കൊണ്ട് കസേരയിൽ ഇരുത്തി ബന്ധിച്ചു. ആദി ഉടനെ തന്നെ പോലീസിൽ വിളിച്ചു കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് സുലു നിലവിളിച്ചു. മോനെ ആദി, ഞാൻ രേണുവിൻ്റെ അമ്മയല്ലടാ. ആ ഒരു പരിഗണന എന്നോട് കാണിച്ചൂടെ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മിയുടെ കുഞ്ഞു മകനായിരുന്നു. ആ പരിഗണന നിങ്ങൾ എന്നോട് കാണിച്ചോ? സുലു ഒന്നും മിണ്ടാനാകാതെ ഇരുന്നു. പക്ഷെ അടുത്ത നിമിഷം അവർ ആദി ദേഷ്യത്തോടെ നോക്കി. ഞാൻ പോലീസിനോട് പറയും നീയാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്ന്. നിന്നെ അവർ വെറുതെ വിടില്ല. ആദി പൊട്ടിച്ചിരിച്ചു. ഷീലാൻറ്റിയുടെ ഫോണിൽ നിന്ന് എന്നെ പലതവണ വിളിച്ചതിന് തെളിവുണ്ട്. നിങ്ങൾ ആക്രമിക്കാൻ വരുമെന്ന് സംശയത്തോടെ അയച്ച മെസ്സേജുണ്ട്. ഇതൊക്കെ ചെയ്തു തീർത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. കോളേജ് മുതൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ പ്രതികാരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വരുത്തി തീർക്കും. ചില തർക്കങ്ങളിൽ തുടങ്ങിയ വഴക്ക് കൊലപാതകത്തിൽ കലാശിച്ചു. എങ്ങനെയുണ്ട്? പിന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ കാശും സ്വാധീനവും വെച്ച് എനിക്ക് നിങ്ങളെ ഈസിയായി കൊടുക്കാം. ആദ്യ ചിരിയോടെ പറയുന്നത് കേട്ടതും സുലു ആകെ തളർച്ചയോടെ രക്ഷപ്പെടാം എന്നുള്ള പ്രതീക്ഷകൾ നശിച്ചു. മയക്കം വിട്ടുടർന്ന ശൈലജയ്ക്ക് തലയ്ക്കാകെ പെരുപ്പ് തോന്നി. കണ്ണുകൾ ചിമ്മി തുറന്നു അവർ. ശശിയുടെ ഗോഡൌണിലെ കാര്യങ്ങൾ ഓരോന്നായി മനസ്സിലേക്ക് വന്നതും കണ്ണുകൾ വലിച്ചു തുറന്ന് എഴുന്നേറ്റിരുന്നു അവർ. താൻ എന്തായാലും ജീവനോടെ ഉണ്ട് എന്ന ചിന്ത തന്നെ അവർക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവർ ആകെ പകച്ചു. ഇരുമ്പഴികൾക്കുള്ളിൽ ആണ് താൻ. ഇതെന്താ, ജയിലാണോ? എല്ലാവരെയും കൊന്ന് ആദ്യ തന്നെ കുറ്റവാളിയാക്കിയോ? കൊലപാതക കുറ്റം തൻ്റെ മേലേക്ക് വെച്ച് തന്നു അവൻ എന്ന ചിന്തയിൽ അവർ ആകെ ഞെട്ടിയിരുന്നു. അതേ ഞെട്ടലോടെ എഴുന്നേറ്റ് സെല്ലിലെ കമ്പികളിൽ പിടിച്ചു അവർ നിലവിളിച്ചു. ഞാനല്ല കൊന്നത്, ആദ്യയാണ് കൊന്നത്. അവനാണ് എല്ലാം ചെയ്തത്. അവർ ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് ഒരാൾ വന്ന് സെല്ല് തുറന്നു. പിന്നാലെ എത്തിയ ഡോക്ടറെ കണ്ടതും ശൈലജ ഞെട്ടലോടെ നോക്കി. ഇത് ആശുപത്രിയാണോ? ഡോക്ടർക്ക് പിന്നാലെ കയറി വന്ന ആദ്യം കണ്ടവർ ദേഷ്യത്തോടെ അവൻ അരികിലേക്ക് പാഞ്ഞു ചെന്നു. നീ എന്താ ചെയ്തത്? എല്ലാവരെയും കൊന്നു കളഞ്ഞോ? അവൻ്റെ നെഞ്ചിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ശൈലജ ചോദിച്ചു. പിന്നെ അവർ ഡോക്ടറുടെ നേരേക്ക് തിരിഞ്ഞു. ഡോക്ടർ, ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. എല്ലാവരെയും പ്ലാൻ ചെയ്ത് തമ്മിൽ തല്ലിച്ച് കൊന്നു കളഞ്ഞു ഇവൻ. സത്യമാ ഞാൻ പറയുന്നത്. ഡോക്ടർ, ഇതാണ് അവസ്ഥ. ദേവ് മരിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ചെറിയമ്മ. ഹോസ്പിറ്റലിലാക്കിയപ്പോൾ അവിടെ നിന്നും നിലവിളിച്ചോടി. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഞാനാണ് ദേവിനെ കൊന്നത് എന്നും പറഞ്ഞ് ആകെ ബഹളം. ആക്രമിക്കാനൊക്കെ നോക്കി. ഇന്നലത്തെ ചെറിയമ്മയുടെ അവസ്ഥ ഡോക്ടറും കണ്ടതല്ലേ? അവൻ ചോദിച്ചതും ഡോക്ടർ തലയാട്ടി. പിന്നെ നഴ്സിനോട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. ശൈലജ ദേഷ്യത്തോടെ അതെല്ലാം തട്ടിയെറിഞ്ഞു. താൻ ഇന്നലെ ഇവിടെ വന്നു. അവർക്ക് ഒട്ടും ഓർമ്മയില്ല. എടോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. ദേവ് മരിച്ചതൊക്കെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞതാ. ഇതെല്ലാം ഇവൻ്റെ പ്ലാനാണ്. അവർ വീണ്ടും അലറിക്കൊണ്ട് ആദിയുടെ അടുത്തേക്ക് വന്നു. അവൻ അവരെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. അത് മറ്റാരും കണ്ടില്ല. കണ്ടോ ഡോക്ടർ, കണ്ടോ? ദാ അവൻ എന്നെ നോക്കി ചിരിക്കുന്നു. ശൈലജ ആക്രോശത്തോടെ ആദിയെ നോക്കി അലറിക്കൊണ്ട് കൊതിച്ചു ചെന്നു. ഡോക്ടർ നേഴ്സും കൂടെ വന്ന് സ്റ്റാഫും കൂടെ അവരെ പിടിച്ചു കിടക്കയിലേക്ക് അമർത്തി പിടിച്ചു. ഡോക്ടർ തന്നെ ഇഞ്ചക്ട് ചെയ്തു. ആകെ കുതറിപ്പിടഞ്ഞ ശൈലജയെ സ്റ്റാഫുകൾ പിടിച്ചു വെച്ചു. 2 നിമിഷം കഴിഞ്ഞതും അവർ തളർന്നു തുടങ്ങി. പിന്നെ മയക്കത്തോടെ കിടന്നു. ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ ബോധം വരും.
അപ്പോഴും ഇതേ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഡോസ് കൂട്ടി കൊടുക്കാം. എന്തായാലും താൻ പേടിക്കേണ്ട. ചെറിയമ്മ ഇവിടെ സുരക്ഷിതമായിരിക്കും. തനിക്ക് ചെറിയമ്മയോട് അപ്പോൾ സംസാരിക്കാം. അർത്ഥഗർഭമായി പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ അവൻ്റെ തോളിൽ തട്ടി പുറത്തേക്ക് നടന്നു. ആദ്യ തലയാട്ടി അവിടെയിരുന്നു. ഒരു ദിവസം മുൻപേ, അതായത് ശശിയുടെ ഗോഡൌണിൽ നിന്ന് ശൈലജയെ സിറ്റിയിലെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇന്നലെ രാവിലെ അവർ ഉണരുന്ന സമയമായപ്പോഴേക്കും തൻ്റെ നിർദ്ദേശപ്രകാരം മരുന്ന് കുത്തിവെച്ചു ഡോക്ടർ. അതോടെ സ്വബോധം നഷ്ടപ്പെട്ട ശൈലജ ഭയങ്കര ബഹളമായിരുന്നു. എല്ലാവരും അവരുടെ അക്രമ സ്വഭാവം കണ്ട് പേടിച്ചു. പുതിയ പേഷ്യൻ്റ് ഭയങ്കര വയലൻ്റ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ശൈലജ മയക്കം വിട്ടുണർന്നു. അവർക്ക് ക്ഷീണം കൊണ്ട് ആകെ വയ്യ. തളർച്ചയോടെ എഴുന്നേറ്റിരുന്നവരുടെ മുന്നിലേക്ക് ആദ്യം വന്നു. ബഹളം വെക്കണ്ട ചെറിയമ്മ, എങ്കിൽ ഇതിനേക്കാൾ ഡോസ് കൂടിയ മരുന്ന് തരും. ഡോക്ടർ എൻ്റെ ആളാണ്. നിലവിളിക്കാനാഞ്ഞ ശൈലജ ഞെട്ടലോടെ അവനെ നോക്കി. ചെറിയമ്മ എന്താ വിചാരിച്ചത്? പണവും സ്വാധീനവും ഉപയോഗിച്ച് നിങ്ങൾക്ക് മാത്രമേ ആളുകളെ വശത്താക്കാൻ കഴിയുന്നുള്ളൂ എന്നോ? എല്ലാവർക്കും പറ്റും അത്. ജീവിതകാലം മുഴുവൻ ഇനി ഇവിടെ കിടക്കാം. ഈ ഹോസ്പിറ്റലിൻ്റെ പകുതി ഷെയറും ഞാൻ വാങ്ങി. കുറേ ആയി വാങ്ങിയിട്ട്. എൻ്റെ ചെറിയമ്മയെ അവസാന കാലം വരെയും എനിക്ക് പൊന്നുപോലെ നോക്കേണ്ടേ? എത്രത്തോളം സ്നേഹമുള്ളവളാണ് എൻ്റെ ചെറിയമ്മ. എൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ എത്ര കരുതലോടെയാണ് പറഞ്ഞയച്ച്. അപ്പോൾ അതിൻ്റെ പകുതിയെങ്കിലും എനിക്ക് ചെയ്തു തരണ്ടേ? നീ നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? ശൈലജ ഭയത്തോടെ ചോദിച്ചു. ഏയ്, അങ്ങനെ ഞാൻ ചെയ്യില്ല. അങ്ങനെയൊരു മരണം നിങ്ങൾ അർഹിക്കുന്നുമില്ല. നിങ്ങളെ കൊന്നാൽ അതൊരു രക്ഷപ്പെടലാകും. ഇവിടെയാകുമ്പോൾ സാവകാശം ഓരോ ദിവസവും ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളായി ആലോചിച്ച് കിടക്കാം. പശ്ചാത്താപമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയൊന്നും നിങ്ങൾ നന്നാകില്ല എന്ന് എനിക്കറിയാം. മരണം വരെയും ഒരു മാനസിക പ്രശ്നവും ഇല്ലാതെ മാനസിക രോഗിയായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോകാം. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ പുറത്തു വരും, ശൈലജ ഉള്ള ശൗര്യത്തോടെ പറഞ്ഞു. ആദ്യം അമർത്തി ചിരിച്ചു. എങ്ങനെ പുറത്തു വരാനാണ്? ഈ സെല്ല് ഒളിക്കുമോ? അങ്ങനെയൊക്കെയുള്ള കഴിവ് എൻ്റെ ചെറിയമ്മയ്ക്കുണ്ടോ? അവൻ പരിഹസിച്ചു. ശ്രീധരൻ മാമയും ഞാനും ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പുറം ലോകം കാണില്ല. ഈ 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതം ഒടുങ്ങും. അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ശിക്ഷ. ആദ്യം ക്രൂരമായി ചിരിച്ചു. പിന്നെ കൂട്ടുകാർക്ക് പറ്റിയതൊന്നും അറിഞ്ഞില്ലല്ലോ. ആദ്യം നടന്നു ചെന്ന് ബാഗിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് കൊണ്ടുവന്ന് ശൈലജയെ കാണിച്ചു. ഇന്നലത്തെ പത്രമാണ്. പ്രധാന പേജിൽ ശശി ഒരു ആത്മഹത്യയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കൊടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശശി ആത്മഹത്യ ചെയ്തു. ഒപ്പം ഒളിവിൽ പോയ മരുമകനെയും അറസ്റ്റ് ചെയ്തു എന്നുണ്ട്. എല്ലാം ശശി ചെയ്തതാണെന്നും തനിക്ക് ഫാർമസിയുടെ ലൈസൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അയാൾ പറഞ്ഞു. ശശിയുടെ മൃതദേഹം ആക്രിയെടുക്കാൻ പറമ്പിൽ കയറി ആരോ കണ്ട് നാട്ടുകാരെ അറിയിച്ചു. അരയിൽ തന്നെ ആത്മഹത്യക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശൈലജ തളർന്നിരുന്നു. പത്രത്തിൻ്റെ ഉൾപേജുകൾ ഒന്നെടുത്ത് അവർക്ക് നേരെ നീട്ടി കാണിച്ചു ആദി. MLA ശശിയുടെ മരണം കാരണം അത്ര വാർത്ത പ്രാധാന്യം കിട്ടാതെ പോയ ഒരു കൊലപാതക ന്യൂസ്. അതിൽ മരിച്ച സ്ത്രീയുടെ, അവരെ കൊലപ്പെടുത്തിയ സ്ത്രീയുടെയും പടം കണ്ട് ശൈലജയുടെ കണ്ണുകൾ തുറിച്ചു. ശീലയും സുലവും എൻ്റെ അച്ഛൻ്റെയും അമ്മയെയും തീർത്ത എല്ലാത്തിനെയും ഞാൻ തീർത്ത് കളഞ്ഞു. നിങ്ങളെയൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് എനിക്ക് കൊല്ലാൻ കഴിയുമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവർ ചതിക്കുന്നതിൻ്റെയും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെയും വിലയൊക്കെ കുറച്ചെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കണം. പപ്പനും ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ തല തെറിച്ച സന്തതി അതിനുള്ള അവസരം തന്നില്ല. നീ അങ്ങനെ രക്ഷപ്പെട്ടു പോകില്ല ആദി. എൻ്റെ ആൾക്കാർ എപ്പോഴും പുറത്തുണ്ട്. ഏതാൾക്കാർ? കുറേ പൈസ ഇട്ട് കൊടുത്താൽ മറുകണ്ടം ചാടുന്ന കുറച്ച് കൂലിപ്പടകളോ? കുറേ കാശ് ഞാൻ ഇറക്കും. എല്ലാ കേസും ഞാൻ തേച്ചു മായ്ച്ചു കളയും ചെറിയമ്മ. ബാലചന്ദ്രൻ്റെ ഒറ്റ മകനല്ലേ എല്ലാ സ്വത്തിൻ്റെയും അവകാശി. എനിക്കും ഭാവിയിൽ എനിക്ക് ജനിക്കുന്ന കുട്ടിക്കുമല്ലേ ഇതിൻ്റെയൊക്കെ അവകാശം. നാട്ടുകാരുടെ കണ്ണിൽ ബാലൻ്റെ ഒരു മകൻ എന്നെ മരിച്ചു കഴിഞ്ഞു. അതോടെ ഭാര്യയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ശൈലജയെ നോക്കി ഒരു പ്രത്യേക ഇനത്തിൽ ആദി പറഞ്ഞു. കൺമുന്നിൽ എല്ലാം തകർന്ന് തരിപ്പണമായത് കണ്ട് ശൈലജ ഞെട്ടലോടെ ഇരിക്കാനേ കഴിഞ്ഞുള്ളൂ. ആദ്യം അവരെ സംതൃപ്തിയോടെ നോക്കി. പിന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. രേണു, ആദ്യ വീണ്ടും വിളിച്ചു. നീ റെഡിയായോ? കുളിച്ചിറങ്ങിയ രേണുവിനെ കണ്ട് ഗീതു അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു. വരുന്നു ചേച്ചി. അവൾ ഈറൻ മാറാത്ത മുടിയും പിന്നിലിട്ടു വേഗം ഇറങ്ങി വന്നു. രാവിലെ കൂട്ടിക്കൊണ്ടു പോകാനായി ആദ്യ വരുന്നെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അത് മാറ്റി. നേരം ഇരുട്ടിയതോടെ ഇനി നാളെ ആയിരിക്കാം യാത്ര എന്നവൾ ചിന്തിച്ചു. 10 മിനിറ്റിനുള്ളിൽ റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞു വിളി വന്ന പാടെ കുളിക്കാനായി ഓടി. 4-5 ദിവസമായി രേണു ഗീതുവിൻ്റെ ഒപ്പമാണ്. MLA ശശിയുടെ മരണം ചാനലുകൾ വൻ വാർത്തയാക്കി. അയാളുടെ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ പുറത്തു വന്നതോടെ പാർട്ടി അയാളെ കൈ ഒഴിഞ്ഞു. ഗാർഡ് ഓഫ് ഓണറൊന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ അയാളുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. അതിനിടയിൽപ്പെട്ട് ഷീലയുടെ കൊലപാതകം ആരുടെയും ശ്രദ്ധ ആകർഷിക്കാതെ പോയി.
സുലുവിൻ്റെ കാര്യം അറിഞ്ഞതും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കാളുകൾ കാരണം ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നു. പക്ഷേ എത്ര ദിവസം എന്നെങ്കിലും താൻ ഇതിനൊക്കെ മറുപടി പറയണമെന്ന് രേണു ആലോചിച്ചു. പഴയ കാര്യങ്ങളൊന്നും പറയാൻ തനിക്ക് കഴിയില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. പപ്പനോടും സുലുവിനോടും അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർക്ക്. തിരികെ അവരും സ്നേഹിച്ചിരുന്നു എന്ന് ഇപ്പോൾ പറയാനാകില്ല. അഭിനയമായിരിക്കും. രേണു ബാഗും എടുത്തു വന്നതും ആദിയുടെ കാർ വന്നു നിന്നു. 4-5 ദിവസം കൊണ്ട് അവനാകെ ക്ഷീണിച്ച് ആളാകെ മാറിയതുപോലെ. വണ്ടിയിലേക്ക് കയറി ഇരുന്ന പാടെ അവൻ്റെ താടിയിൽ കൈവച്ചു അവൾ. എന്തൊരു കോലമാണ് ആദ്യേട്ടാ. ഒരു വരണ്ട ചിരിയിൽ ഒതുക്കി അവൻ വണ്ടി മുന്നോട്ടെടുത്തു. എന്തോ വിഷമം അവനെ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതും രേണു പിന്നെയൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടാക്കിയില്ല. വീട്ടിലേക്കുള്ള വഴി മാറി പോകുന്നത് കണ്ടതും അവിടേക്കല്ലേ പോകുന്നത് എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു. ലക്ഷ്മിയുടെ പഴയ ഇരുനില വീടിന് മുന്നിൽ വണ്ടി നിർത്തി. മുമ്പൊരിക്കൽ താൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അകത്തേക്ക് കയറിയതും രേണു അതിശയിച്ചു. മുൻപ് ശൂന്യമായി കിടന്ന വീട് ഇപ്പോൾ ഫുൾ ഫർണിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ മതി രേണു. എനിക്കിനി ആ വീട്ടിൽ വയ്യ. അവിടം എനിക്ക് പറ്റില്ല. രാവിലെ ഇവിടെ ക്ലീനിങ്ങും മറ്റുമായിരുന്നു. അതാണ് നിന്നെ കൂട്ടാൻ വരാത്തത്. ആദി പറഞ്ഞു. അതിനെന്തേട്ടാ, നമുക്ക് ഇവിടം മതി. ഹാളിൽ വെച്ചിരിക്കുന്ന ബാലൻ്റെയും ലക്ഷ്മിയുടെയും വലിയ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് രേണു പറഞ്ഞു. ഓർക്കാപ്പുറത്തായിരുന്നു ആദി രേണുവിനെ സോഫയിലേക്ക് പിടിച്ചിരുത്തി അവളുടെ മടിയിൽ തലവെച്ച് കിടന്നത്. രേണു അമ്പരന്നു പോയി. അവൾ അവൻ്റെ മുടിയിഴകളിലൂടെ മെല്ലെ വിരൽ ഓടിച്ചു. അത് ആസ്വദിച്ച് കിടക്കുകയാണെങ്കിലും അവൻ്റെ ചിന്ത അവിടെയൊന്നുമല്ലെന്ന് രേണുവിന് തോന്നിയിരുന്നു. എന്താണ് അവനെ അലട്ടുന്നതെന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്ത് പറ്റിയതാ? ഇനി എന്താ ചിന്തിച്ചു കൂട്ടുന്നത്? ഒരുപാട് വൈകിയാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി കാണും ആദ്യേട്ടാ. അവർ രണ്ടുപേരും അങ്ങ് സ്വർഗത്തിലിരുന്ന് ആദ്യേട്ടനെ കുറിച്ച് അഭിമാനിക്കുന്നുണ്ട്. ആദ്യം എഴുന്നേറ്റിരുന്നു. ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും രേണു? ശ്രീമാമ എല്ലാം പറഞ്ഞതിൽ പിന്നെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയവരെ അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക. ശൈലജയുടെ കപട സ്നേഹം കാണുമ്പോഴുമൊക്കെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയെ ഞാൻ ആളി കത്തിച്ചു കൊണ്ടിരുന്നു. കുറേ നാളായി ഞാൻ മുന്നോട്ട് പോയത് അതിൻ്റെ ബലത്തിലാണ്. ഇപ്പോൾ എല്ലാ പ്രതികാരവും കഴിഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലാകെ വല്ലാത്തൊരു ശൂന്യതയാണ്. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും പഴയ കാര്യങ്ങൾ ഓർക്കുന്നത്. അവർ എന്തുമാത്രം സ്നേഹിച്ചു. എന്നിട്ട് ദൈവം ഇത്രയ്ക്ക് ക്രൂരത കാണിച്ചല്ലോ അവരോട്. മുൻപ് മനസ്സ് തളരുമ്പോഴൊക്കെ പ്രതികാരം ചെയ്യണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇനി എന്നെ മുന്നോട്ട് നയിക്കാൻ ഒരു കാരണവുമില്ലാത്തതുപോലെ. ആദ്യം മുഖം പൊത്തി കരഞ്ഞു. രേണു ആദ്യമായിട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നത്. അവൾ അവനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. ഒരു ആശ്രയം കിട്ടിയതുപോലെ രേണുവിനെ ചുറ്റിപ്പിടിച്ച് ആദ്യം കരഞ്ഞു. സങ്കടങ്ങളെല്ലാം അവൻ ഒഴുക്കി കളയട്ടെ എന്ന് മനസ്സിൽ കരുതി രേണു അവനെ തഴുകിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവനൊന്ന് ശാന്തമായതുപോലെ. മുഖം അമർത്തി തുടച്ച് ആദ്യം പിന്നിലേക്ക് ചാഞ്ഞു കണ്ണുകൾ അടച്ചിരുന്നു. ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് ആരാ പറഞ്ഞത്? രേണു പറഞ്ഞതും അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. അച്ഛൻ്റെ വലിയ സ്വപ്നം ഇപ്പോഴും മുന്നിലുണ്ട്. യാതൊരു ചതിയും വഞ്ചനയും ഇല്ലാത്ത കുറച്ചാളുകൾ ഒപ്പമുണ്ട്. എല്ലാവർക്കും കൂടി ശ്രമിച്ചാൽ അച്ഛൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. പിന്നെ ഞാൻ കേട്ടതിൽ വെച്ച് ലക്ഷ്മി അമ്മയെ പോലെ സ്നേഹവും ദയവുമുള്ള വേറൊരു വ്യക്തിയില്ല. അമ്മയുടെ പേരിൽ ആദ്യേട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. ഇതുപോലൊരു മകന് ജന്മം കൊടുത്തതിൽ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. അതെനിക്ക് ഉറപ്പാ. രേണുവിൻ്റെ സംസാരം കേട്ടിരുന്ന് ആദ്യയുടെ മുഖം തെളിഞ്ഞു. പിന്നെ മുന്നോട്ട് കൂടി ഞാനില്ലേട്ടാ, ശ്രീമാമ ഇല്ലേ, ആര്യനും ഗീതു ചേച്ചിയും ഇല്ലേ. ആദ്യേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഒരു ശൂന്യതയും ഒന്നും വേണ്ട. ആദ്യ പുഞ്ചിരിച്ച് അവളെ നോക്കി. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഡിപ്രഷനിലേക്ക് പോയേനെ രേണു. പ്രതികാരമൊക്കെ തീർത്തു വരുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാതെ ഞാൻ തളർന്നു പോവും. ആദ്യം അവളെ സ്നേഹത്തോടെ നോക്കി. അത് കണ്ടുകൊണ്ടാണ് എന്നെപ്പോലൊരു നല്ല കൊച്ചിനെ ഇതുപോലൊരു താന്തോന്നിക്ക് കിട്ടിയത്, രേണു കുസൃതിയിൽ പറഞ്ഞു. ആരാടി താന്തോന്നി? അവൻ രേണുവിൻ്റെ കയ്യിൽ പിടിച്ചു പൊക്കി തൻ്റെ മടിയിലിരുത്തി. പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ ഞെട്ടി. അവൻ്റെ കവളിൽ അമർത്തി നുള്ളി. ആദ്യം എരിവ് വലിച്ചു. ഡി, എൻ്റെ മേലെ നോയിച്ച അറിയാലോ, അതിൻ്റെ ഇരട്ടി ഞാൻ തിരികെ തരും. ആദ്യ കൃത്രിമ ദേഷ്യത്തോടെ അവളെ നോക്കി. ഓ, എനിക്കറിയാം, പണ്ട് സ്ഥിരമായി ഞാൻ കേട്ട ഡയലോഗാണല്ലോ. രാക്ഷസൻ, പാവം, എന്നെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. അവളുടെ പറച്ചിൽ കേട്ടതും ആദ്യ ചിരിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണെന്ന ഭാവത്തിൽ അവൻ നോക്കി. അന്നൊക്കെ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, അതോ പ്രതികാരം മാത്രമായിരുന്നു? എപ്പോഴാണ് എന്നോട് യഥാർത്ഥ സ്നേഹം തോന്നിയത്? അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയാണ് രേണുവിൻ്റെ ചോദ്യം. ആദ്യമൊക്കെ പ്രതികാരം തന്നെയായിരുന്നു. ശത്രുവിൻ്റെ മകൾ എൻ്റെ കോട്ടയിലേക്ക് വരുന്നു, നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ എവിടെയോ ഒരു വല്ലാത്ത ഫീലിംഗ്. പോകെ പോകെ മനസ്സിലായി നീ ഒരു പാവമാണെന്ന്, നിനക്കൊന്നും അറിയില്ല എന്ന്.
അന്നു മുതൽ നിന്നെ സംരക്ഷിക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. വിവാഹമൊന്നും എൻ്റെ സ്വപ്നത്തിലേ ഇല്ലായിരുന്നു. അതിന് ദീപ്തിയോടും ദേവിനോടും നന്ദി പറയണം. രേണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനത് ചുണ്ടകളാൽ ഒപ്പിയെടുത്തു. എന്തിനാ രേണു ഇനി വിഷമിക്കുന്നത്? ഇപ്പോൾ നീയില്ലാത്തൊരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാനാകുന്നില്ല. പലതവണ നിയന്ത്രണം തെറ്റിപ്പോകുമായിരുന്ന അവസ്ഥകളിലൊക്കെ എന്നെ പിന്നോട്ട് വലിച്ച ഒരു ഘടകം നീയായിരുന്നു. എല്ലാത്തിൻ്റെയും അവസാനം നിന്നോടൊപ്പമുള്ള ഒരു ജീവിതം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു. രേണുക അവൻ്റെ മുഖത്താകമാനം ഉമ്മ വെച്ചു. ഇനിയൊന്നും പറയണ്ട. എനിക്കറിയാം ഇപ്പോൾ ആദ്യേട്ടൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന്. ഇനി പഴയതൊന്നും ആലോചിക്കേണ്ട. ഭാവി പറ്റി മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് നമ്മുടെ പിള്ളേരുമായി സ്വസ്ഥായി കഴിയാം. ആദ്യം പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞു. പിള്ളേരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് പണിയും എടുക്കേണ്ടേ. ആദ്യയുടെ കണ്ണിലെ കുസൃതി കണ്ടതും അവൾ അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തി. ആദ്യം അവളെയും കൊണ്ട് റൂമിലേക്ക് കയറി. ശാന്തമായിരുന്നവനിലെ ഭാവം പതിയെ വന്യതയിലേക്ക് മാറാൻ തുടങ്ങി. രേണു തളർന്നു പോകുന്ന സമയങ്ങളിലെല്ലാം അവൻ അവളെ ലാളിച്ചും ചുംബിച്ചും ഉണർത്തി. നാളുകൾക്കു ശേഷം യാതൊരു തടസ്സങ്ങളും വിചാരങ്ങളും ഇല്ലാതെ പലതവണ അവർ ഒന്നായി ഒഴുകി. വലിയ വയറും താങ്ങി പിടിച്ച് പടികൾ ഇറങ്ങി വരുന്നവളെ കണ്ടതും ആദ്യം അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. നീ എന്തിനാ രേണു മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത്? നിന്നോട് മുകളിലേക്ക് പോകേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ആദിയുടെ ചോദ്യത്തിന് രൂക്ഷമായ നോട്ടത്തിൽ അവൾ മറുപടി ഒതുക്കി. അവൾക്ക് പിന്നാലെ പമ്മി പമ്മി പടികൾ ഇറങ്ങി വരുന്ന 4 വയസ്സുകാരനെ കണ്ടതും ആദി കണ്ണുകൾ ഉരുട്ടി നോക്കി. എവിടെ പേടിക്കാൻ? ആദ്യം മൈൻഡ് ചെയ്യാതെ അവൻ പടികൾ ഇറങ്ങി ഓടി ആദിക്ക് പിന്നാലെ വന്ന ശ്രീധരൻ്റെ കൈകളിലേക്ക് തൂങ്ങി. ശ്രീധരൻ്റെ കൂടെ വന്ന യൂണിഫോം ധരിച്ച 8 വയസ്സുകാരി രേണുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താ അമ്മ, വയ്യേ? എന്തിനാ മുകളിൽ പോയേ? ആ ചെക്കൻ്റെ അടുത്ത് ചോയ്ക്ക്. കണ്ണ് തെറ്റി അവന് മുകളിൽ ഓടണം. എത്ര തവണ വിളിച്ചു. തിരികെ മറുപടിയൊന്നും കാണാത്തത് കൊണ്ട് എനിക്ക് പേടിയായി. അങ്ങനെ മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് അവൻ കൈയും കലാശവും കാണിക്കുന്നു. ആരോട്? ആദ്യം രേണുവിൻ്റെ കയ്യിൽ പിടിച്ച് പതിയെ സോഫയിലേക്ക് ഇരുന്നു. ആരോടായിരിക്കും? ഭാവി മരുമോളോടാണ്. അപ്പുറത്തെ വില്ലയിൽ താമസിക്കാമെന്ന കൊച്ചിനെ ഇവനങ്ങ് ബോധിച്ച മട്ട. അതും അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കി നിൽപ്പുണ്ട്. ആണോടാ കിച്ച? നീ അച്ഛൻ അടി മേടിച്ച് തരുവോ? ആദ്യ നിലത്തേക്കിരുന്ന് രേണുവിൻ്റെ നീര് വന്ന് വീർത്ത കാലുകൾ മടിയിലേക്ക് എടുത്തു വെച്ച് തടവാൻ തുടങ്ങി. ഇവനാൾ കൊള്ളാമല്ലോ. ശ്രീധരൻ കിച്ചനെ എടുത്തുയർത്തി അവൻ്റെ വയറിൽ ഇക്കിളിയാക്കി. ആരടാ കിച്ച അപ്പുറത്ത്? എൻ്റെ ഗേൾഫ്രണ്ട്. അവൻ്റെ നാണവും ഭാവവും കണ്ടതും രേണു മൂക്കത്ത് വിരൽ വെച്ചു. ശ്രീധരനും ആദിയും അമ്മുവും പൊട്ടിച്ചിരിച്ചു. മൊട്ടേന്നെ വിരിഞ്ഞില്ല. അവൻ്റെ ഒരു ഫ്രണ്ട്. രേണു കിച്ചനെ നോക്കി കണ്ണുരുട്ടി. അതെ, ആദിമോനെ അമ്മുവിൻ്റെ സ്കൂളിൽ നിന്നും ഒരു പരാതി വന്നിട്ടുണ്ട്. മിക്കവാറും നിനക്കൊന്ന് വരേണ്ടി വരും. ശ്രീധരൻ പറഞ്ഞതും അമ്മുവിൻ്റെ ചിരി മാഞ്ഞു. എന്താ അമ്മു താൻ ഒപ്പിച്ചത്? എനിക്ക് ഇനിയും നിന്റെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് വന്ന് നാണം കെട്ട് നിൽക്കാൻ വയ്യ. കഴിഞ്ഞ തവണ അവരുടെ കാല് പിടിക്കും പോലെ പറഞ്ഞാണ് പ്രശ്നം സോൾവ് ആക്കിയത്. ഇത്തവണ എന്താ? അതച്ഛ, 5th പഠിക്കുന്ന ഇത് വിഗാണോ എന്ന് ചോദിച്ച് എന്നെ മുടിയിൽ പിടിച്ചു വലിച്ചു. പിന്നെ മടക്കി കെട്ടിയിരിക്കുന്ന നീളമുള്ള മുടിയിൽ പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ലക്ഷ്മി പോലെ നിറയെ മുടിയുണ്ട് അവൾക്ക്. അച്ഛനറിയാമല്ലോ ദേഹം നൊന്ത ഞാൻ ഡെവിളാകുമെന്ന്. ഞാൻ അവനെ തള്ളിയിട്ടു. ആദ്യം നിസ്സഹായതയോടെ രേണുവിനെ നോക്കി. അവൾ ചിരി കടിച്ചു പിടിച്ചു. ആദ്യ തലയിൽ കൈ വെച്ചിരുന്നു. അമ്മു എന്ന ആരാധ്യ 3ാം ക്ലാസ്സിലാണ്. ആദിയുടെയും രേണുവിൻ്റെയും കടിഞ്ഞൂൽ കൺമണി. 2ാമത്തെ ആള് അഭിനവ് എന്ന കിച്ചൻ. 3ാമത്തെ ആൾ വരവ് അറിയിച്ച് 7 മാസമായി. പരസ്പരം സ്വാർത്ഥതയോ കാപാട്യമോ ഇല്ലാതെ സാഹോദര്യം അറിഞ്ഞു വളരാൻ 3 കുട്ടികളെങ്കിലും വേണമെന്ന് ആദിയുടെ നിർബന്ധമായിരുന്നു. ഇത്തവണ നിനക്ക് പോകാമോ രേണു? നീ ഈ അവസ്ഥയിൽ ചെന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ കേൾക്കും. ആദി പതിയെ രേണുവിനോട് ചോദിച്ചു. ദേ, എൻ്റെ വായിലിരിക്കുന്നതൊന്നും കേൾക്കരുത്. നിങ്ങൾ അപ്പൂപ്പനും അച്ഛനും തന്നെയാണ് പിള്ളേരെ വഷളാക്കുന്നത്. രേണു ആദിയുടെ നേർക്കൊരു ചാട്ടം. വാ പിള്ളേരെ, നമുക്ക് വല്ലതും കഴിക്കാം. ഇനി നിന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ശ്രീധരൻ കിച്ചനെയും തോളിലിരുത്തി അമ്മുവിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഒരു തവണ രേണു പ്ലീസ്. 7ാം മാസം ആയതല്ലേ ഉള്ളൂ. പറ്റില്ല. കിച്ചൻ ഉണ്ടായപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇനി എന്നെക്കൊണ്ട് ഈ വക പരിപാടിക്കൊന്നും വയ്യ എന്ന്. അപ്പോൾ ഓരോ ചക്രവർത്താനം പറഞ്ഞ് എന്നെ സോപ്പിട്ട് പണി പറ്റിച്ചതല്ലേ നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ഒരിടത്തേക്കും ഇല്ല. ഇനി ഫുൾ റെസ്റ്റാണോ? ഓ, ഏതു നേരത്ത് തോന്നിയതാണോ എന്തോ. അതെ, ഇതോടെ നിർത്തി ഞാൻ. ഇനി എങ്ങാനും പ്രലോഭിപ്പിക്കാൻ വന്ന ഡിവോഴ്സ് ചെയ്യും ഞാൻ. രേണു അവനെ ഭീഷണിപ്പെടുത്തി. കഷ്ടം തന്നെ എൻ്റെ കാര്യം. ഭർത്താവ് സ്നേഹിക്കുന്നില്ല എന്നാണ് എല്ലാ ഭാര്യമാർക്കും പരാതി. ഇവരെ സ്നേഹിക്കാൻ ചെല്ലുന്നതാണ് പ്രശ്നം. സ്നേഹം കൂടിപ്പോയാലും പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ 2 നിങ്ങളുടെ സ്വഭാവമാണ്. ഒന്ന് ആൾക്കാരെ ഉപദ്രവിക്കാൻ നടക്കുന്നു, മറ്റൊരെണ്ണം പ്രേമിക്കാനും നടക്കുന്നു. ഇനി അകത്തുള്ളതെങ്കിലും എന്നെപ്പോലെ ആയാൽ മതിയായിരുന്നു.
രേണു പറഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേറ്റു. ആദ്യ ചിരിച്ചുകൊണ്ട് ഓരോന്നും പറഞ്ഞ് അവളുടെ പിന്നാലെ റൂമിലേക്ക് പോയി. അടുക്കളയിൽ നിന്ന് ശ്രീധരൻ്റെയും കുട്ടികളുടെയും ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രീധരൻ്റെ വക തട്ടിക്കൂട്ട് പലഹാരം ഉണ്ടാക്കലാണ്. നാളെ പോകുന്നുണ്ടോ ഹോസ്പിറ്റലിൽ? അകത്തേക്ക് ചെന്നതും രേണു ചോദിച്ചു. അത്രയും നേരം കുസൃതി നിറഞ്ഞു നിന്ന ആദിയുടെ മുഖം മാറി. പോകണം രേണു, ഒരിക്കലും അത് മാറില്ല. അവസാന ശ്വാസം വരെയും അവർ ചെയ്തത് ഓർത്ത് നേറി നേറി കഴിയണം. ആദിയുടെ മനസ്സിൽ പക നിറഞ്ഞു. രേണു അവനെ തന്നെ നോക്കുകയായിരുന്നു. വർഷം 10 ഇപ്പോഴും എല്ലാ മാസവും 2 തവണ ആദി ശൈലജയെ കാണാനായി പോകും. ആദ്യമൊക്കെ വാശും ദേഷ്യവും കൊണ്ട് അലറിയിരുന്നവർ പിന്നെ പിന്നെ തനിക്കതിൽ നിന്നും രക്ഷയില്ല എന്ന് മനസ്സിലായതും ദയ യാചിച്ചു തുടങ്ങി. ആദിയുടെ മുന്നിൽ അവർ പൊട്ടിക്കരഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. എങ്കിലും അവരുടെ കണ്ണുനീരിന് ഒരു തരി പോലും അവൻ്റെ മനസ്സിന് ഇളക്കം തട്ടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ആകെ ഒരു നിസ്സംഗഭാവമാണ്. ജീവൻ ഉപേക്ഷിക്കാൻ പട്ടിണി കിടന്നും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുമൊക്കെ നോക്കിയെങ്കിലും 24 മണിക്കൂറും അവർ നിരീക്ഷണത്തിനായതുകൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല. അവരുടെ ജീവൻ നിലനിർത്താനുള്ള മെഡിസിൻസും ഫ്ലൂയിഡും ഒക്കെ ആദി അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. സുലുവിൻ്റെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതും അവർ ആത്മഹത്യ ചെയ്തു. ബോഡി ഒന്ന് കാണാൻ പോലും രേണു പോയില്ല. ആ വീടും ബന്ധങ്ങളും അവൾ ബാലൻ്റെയും ലക്ഷ്മിയുടെയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിരുന്നു. ഇതിനിടയിൽ ബാലൻ്റെ സ്വപ്നം ആദ്യം പൂർത്തിയാക്കി. പുതിയ സർക്കാരിൻ്റെ ടെൻഡർ അവൻ നേടിയെടുത്തു. നഗരമധ്യത്തിൽ തന്നെ SP പാലസ് എന്ന ആഡംബര ഹോട്ടൽ നിർമ്മിച്ചു. ഒപ്പം ലക്ഷ്മിയുടെ പേരിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സയ്ക്കായി ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവൻ നിർമ്മിച്ചു. ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കി അവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ അവൻ്റെ ഒപ്പം ശ്രീധരനും ഉണ്ടായിരുന്നു. കിച്ചൻ കൂടെ ജനിച്ചപ്പോൾ പിന്നെ ശ്രീധരൻ പൂർണ്ണമായും ബിസിനസ് കാര്യങ്ങളിൽ നിന്നും മാറി നിന്നു. ശേഷിച്ച കാലം കുഞ്ഞുങ്ങളെ നോക്കി കഴിയാമെന്നുള്ള അയാളുടെ തീരുമാനത്തെ ആദ്യം അംഗീകരിച്ചു. ആര്യൻ പ്രമുഖ ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായി. ഗീതും സ്വന്തമായി ഒരു ബൊട്ടിക്ക് ആരംഭിച്ചു. അവൾക്കൊരു കുഞ്ഞ്. അമ്മുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാളവിക എന്ന അമ്മാളു ഗീതുവിൻ്റെ ഒപ്പം ബിസിനസ്സിൽ രേണുവും പാർട്ട്ണർഷിപ്പായെങ്കിലും അടുത്തടുത്ത പ്രസവവും റെസ്റ്റും ഒക്കെ കാരണം ഗീതു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഓടി നടക്കുന്നത്. അഞ്ജലി രവിയുടെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തി തുടങ്ങി. ഒപ്പം മറ്റൊരു വിവാഹവും കഴിച്ചു. അതെ, അകത്തേക്ക് വരാമോ? അമ്മ വിളിച്ചു ചോദിച്ചു. ശ്രീധരൻ നടക്കാനിറങ്ങി എന്ന് അവൾക്ക് മനസ്സിലായി. കയറി വാടി, ആദി വിളിച്ചു പറഞ്ഞു. വാതിൽ തുറന്നതും കിച്ചനകത്തേക്ക് ഓടിക്കയറി ആദിയുടെ കയ്യിലേക്ക് ചാടിക്കയറി. കള്ളക്കാമുക എന്ന് വിളിച്ചു രേണു അവൻ്റെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. അമ്മു രേണുവിൻ്റെ കാല് തടവൽ ജോലി ഏറ്റെടുത്തു. ഒപ്പം സ്കൂളിലെ വിശേഷങ്ങൾ പറയുവാനും. അതൊക്കെ കേട്ടുകൊണ്ട് കിച്ചനെയും കളിപ്പിച്ച് ആദ്യ രേണുവിൻ്റെ അടുത്തേക്ക് ചാഞ്ഞു കിടന്നു. ശ്രീധരൻ പതിവ് പോലെ നടക്കാനായി ഇറങ്ങിയിരുന്നു. തിരികെ വരുന്നേരം ലക്ഷ്മിയും ബാലനും ഉറങ്ങുന്ന മണ്ണിൽ അവർക്ക് അടുത്തായി കുറച്ചു നേരം ഇരിക്കും അയാൾ. പ്രതികാരമൊക്കെ കഴിഞ്ഞതും ശ്രീധരനെ ഒരു വിവാഹം കഴിക്കാൻ ആദ്യം രേണുവും ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അയാൾ അതിന് സമ്മതിച്ചില്ല. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് വയസ്സൊരു തടസ്സമല്ല എന്ന് അവർ പലതവണ പറഞ്ഞു നോക്കി. പക്ഷെ അയാൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ പിന്നെ അവർ നിർബന്ധിച്ചില്ല. ശ്രീധരൻ്റെ മനസ്സിൽ അപ്പോഴും കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ തെളിഞ്ഞു നിന്ന രൂപം ലക്ഷ്മിയുടേതാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു മങ്ങലുമില്ലാതെ. അന്നും ശ്രീധരൻ ബാലനോടും ലക്ഷ്മിയോടും വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. കിച്ചൻ്റെ കുസൃതിയും അമ്മുവിൻ്റെ കുറുമ്പും ഒക്കെ രണ്ടുപേരെയും പറഞ്ഞു കേൾപ്പിച്ചു. ഇരുട്ട് കനം വെച്ചപ്പോൾ അയാൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു. ഒരു പക്ഷേ ബാലനൊപ്പമോ അതിലേറെയോ ശ്രീധരൻ ലക്ഷ്മിയെ സ്നേഹിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും അയാൾക്ക് പരാതിയില്ല. ബാലൻ്റെയും ലക്ഷ്മിയുടെയും സ്നേഹം കണ്ടു നിന്നവനാണ് ശ്രീ. ലക്ഷ്മി പോയിട്ടും ബാലൻ്റെ മനസ്സിൽ ലക്ഷ്മിയോടുള്ള സ്നേഹം അറിഞ്ഞതാണ് ശ്രീ. ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ അപ്പോഴും ബാലന് വേണ്ടി ലക്ഷ്മിയെ കൊടുക്കാൻ അയാൾ തയ്യാറാകും. അത്രയേറെ പരസ്പരം സ്നേഹിച്ച ബാലനെയും ലക്ഷ്മിയെയും ഒരു നോട്ടം കൊണ്ട് പോലും ശല്യം ചെയ്യാതെ നിശബ്ദമായി പ്രണയിച്ചുകൊണ്ട് ശ്രീധരനും അവർക്കൊപ്പം കൂടി. രാക്ഷസപ്രണയം എന്ന ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയ കഥയുമായി വീണ്ടും കാണാം.